എന്ന് തന്നെ നമുക്ക് സർക്യൂട്ടിൽ കൂടെ ചെയ്ത് ടിങ്കർകാഡ് സർക്യൂട്ടിൽ കൂടെ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാലോ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് ഹലോ ഫ്രണ്ട് അതല്ലെങ്കിൽ ഹലോ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ പേര് അതെങ്ങനെ ഒരു LCD ഡിസ്പ്ലേയില് ടിങ്കർകാഡിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടിങ്കർകാഡ് ഓപ്പൺ ചെയ്യാം. ടിങ്കർകാഡ് ഇങ്ങനെ ഗൂഗിൾ എടുക്കുമ്പോൾ വരാത്തവരെ ഗൂഗിളിൽ ടിങ്കർകാഡ് എന്ന് സെർച്ച് ചെയ്ത ഉടനെ വരും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് ടിങ്കർകാഡ് ഓപ്പൺ ആയി. നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് എടുത്തു. എന്നിട്ട് സർക്യൂട്ട് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് പുതിയ ടിങ്കർകാഡിന് ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. അവിടെ നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന് വേണ്ട അർഡിനോ ആണ്. നമ്മൾ അർഡിനോ എടുത്തു. ഇനി നമുക്ക് വേണ്ട LCD I2C ഡിസ്പ്ലേ ആണ്. നമുക്ക് ഒരു LCD I2C ഡിസ്പ്ലേ എടുത്തു വെച്ച് നമ്മള് ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തു കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് എടുത്തിട്ട് ഡിസ്പ്ലേയുടെ ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് അർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. ഇനി വയർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. നമുക്ക് സർക്യൂട്ട് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ സ്കെയിൽ വെച്ച് വര വരച്ച് നമ്മൾ നേരെയാക്കി വര വരയ്ക്കുന്നില്ല, കാണുമ്പോൾ ഒരു ഇതിന് വേണ്ടിയില്ല അങ്ങനെ. എന്നിട്ട് നമുക്ക് നമ്മുടെ വയറിന്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കാം ഗ്രൗണ്ട് ആയതുകൊണ്ട്. ഇനി നമുക്ക് VCC എടുക്കാം. ചെറിയ വളവ് പിന്നെയും കാണുന്നുണ്ട് നമ്മുടെ വയർ. നമുക്ക് ഒന്നുകൂടെ നമുക്ക് സ്ട്രെയിറ്റും ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ VCC എടുത്ത് നമ്മുടെ അതിനോടെ 5 വോൾട്ടിലേക്ക് കൊടുക്കും. ഇനി നമുക്ക് വയറിന്റെ കളറ് റെഡ് കളറിൽ കൊടുക്കാം. ഓക്കെ, ഒന്ന് വയർ സ്ട്രെയിറ്റ് ആയി നോക്കാം. ഓക്കെ, ഞാൻ ശകലം കൂടെ സ്ട്രെയിറ്റ് ആക്കാം. പിന്നെ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഇതിലൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് ലൈനിൽ കൊണ്ടുവന്ന് നേരെയാക്കി നമ്മൾ സമയം കളയണമെന്നില്ല. നമുക്ക് സമയമുള്ളതനുസരിച്ച് സർക്യൂട്ട് വൃത്തിയായിട്ട് വയർ നേരെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അല്ലാതെ തന്നെ സർക്യൂട്ട് ചെയ്യുമ്പോൾ വയർ കുറച്ച് നമ്മൾ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ഭംഗിയും അത് ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വരുമ്പോൾ നമ്മൾ സർക്യൂട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നമ്മൾ ആരെയാണോ നമ്മളത് കാണിക്കുന്നത് അവർക്ക് അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് SD എടുത്ത് നമുക്ക് A4ലേക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേറെ കളർ കൊടുക്കാം. വയറിന് ഏത് കളർ കൊടുക്കാം? പർപ്പിൾ കളർ കൊടുക്കാം. ഓക്കെ, ഇനി SCL പിൻ എടുത്ത് നമ്മൾ A5ലേക്ക് കൊടുക്കുന്നു. യെല്ലോ കൊടുത്തു. ഈ വയർ ഇവിടെ വന്ന് നമുക്ക് ഷേപ്പ് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും വയറിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സിംഗിൾ ക്ലിക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നേരെ ആയി തോന്നുന്നു. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളർഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സർക്യൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സർക്യൂട്ട് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വയറിന്റെ കണക്ഷൻ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ സർക്യൂട്ടോട് തോന്നുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് നോക്കിയാലോ. നമുക്ക് കോഡ് എടുക്കാം.
കോഡ് നമ്മൾ ആദ്യം എടുക്കും. ബ്ലോക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് ബ്ലോക്സ് അല്ല വേണ്ടേ, ടെക്സ്റ്റാ വേണ്ടേ. നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യും. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് വന്ന് കിടക്കുക, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തൊരു കോഡ് ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ കിടപ്പുണ്ട്. അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ വേറൊരു പേജിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എടുക്കുന്നെങ്കിൽ നമ്മളത് കോപ്പി ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ഡൗൺലോഡ് ചെയ്ത് എടുത്തതിൽ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം നോക്കാം, കോഡ് നോക്കാം. പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് നോക്കാം. ഇതുണ്ട് ഹലോ വേൾഡ് എന്ന കിടക്കും. നമുക്കിത് ഹലോ ഫ്രണ്ട് എന്നാക്കി കൊടുത്താലോ? ഹലോ ഫ്രണ്ട്. ഓക്കെ, ഹലോ ഫ്രണ്ട് വിനെക്സൽ നമ്മുടെ പേജിന്റെ പേര് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്കിത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നമുക്ക് എങ്ങനെ വരുന്നത് നോക്കിയാലോ? നമ്മുടെ പ്രോഗ്രാം റൺ ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ് വിനെക്സൽ എന്ന് പറഞ്ഞ കേട്ടോ. നമ്മളിവിടെ കൊടുത്തേക്കുന്നത് LCD ബിഗിൻ ഡിസ്പ്ലേ ഉണ്ടോ? നമ്മൾ എന്താ കോളത്തിന്റെ നമ്പറും റോഡ് നമ്പർ 16 ആ സെലക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് കൊടുത്തിട്ടുണ്ടോ ഫസ്റ്റ് 00 കൊടുക്കണം എന്ന് പറഞ്ഞു. ഹലോ ഫ്രണ്ട് വന്നു. നെക്സ്റ്റ് വിനെക്സൽ എന്ന് പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ് വിനെക്സൽ നമ്മുടെ പേജിന്റെ പേര് വന്നു, നമ്മുടെ ചാനലിന്റെ പേര് വന്നു കണ്ടോ. ഇനി അല്ലെങ്കിൽ വെൽക്കം ടു വിനെക്സൽ എന്ന് കൊടുത്താലോ? സ്റ്റോപ്പ് സിമുലേഷൻ കൊടുക്കുക. നമുക്കൊന്ന് വീണ്ടും സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്താലോ? വെൽക്കം ടു വിനെക്സൽ വന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സർക്യൂട്ട് ഞാൻ മറ്റേ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ കാണിക്കുന്നത്. ഇപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി സർക്യൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേ സർക്യൂട്ട് ഞാൻ ഹലോ പിന്നും നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് വരാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലൈനിൽ വരാതെ വേണേൽ ഒരു ലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2 ലൈൻ ആകാതെ സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ നമ്മൾ 15 കൊടുത്തേക്കുന്നുണ്ടോ? നമ്മുടെ LCDയുടെ സ്ട്രക്ചറിനകത്ത് നമ്മൾ ആ നമ്പർ കോളത്തിന്റെ റോഡ് നമ്പർ അടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.